स्थिर है। पानी पीना चाहिए सब तो चालू कर दे। वो साला डिंगर है कटे यही आएगा। हाँ वो खाली डिंगर हमारा बच्चा नहीं पास है എന്തൊട്ട് പരിപാടി മക്കൾ. അങ്ങനെ ഛത്തീസ്ഗഡിലെത്തിയിട്ട് നമ്മൾ 2 ദിവസമായിട്ടാണ്. അങ്ങനെ ഛത്തീസ്ഗഡിൽ കൂടെ ഇന്നലെ നമ്മൾ പെട്രോൾ മില്ലിൽ നിന്നുള്ളതാണ് അവിടുത്തെ ഒരാൾ പറഞ്ഞത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്, മുഗൈ മാത എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇതാണ് അമ്പലം. ഈ അമ്പലം ഫേമസ് ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കരടികൾ ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ ആൾ യൂട്യൂബിലത്തെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചപ്പോൾ കരടി വന്നിട്ട് നമ്പൂതിരിയുടെ മേത്ത് കയറിയിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മാ കുടിക്കുന്നു, ഫുള്ള് ആർക്കും വേണം കൊടുക്കാം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇന്നലെ നിന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അത് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കാലത്തോടെ 8 മണിക്ക് തന്നെ എത്തി. 8 മണിക്ക് എത്തിയപ്പോൾ ഒരു പറഞ്ഞു ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നാളെയും വരും. അങ്ങനെയാന്ന്. ചില ദിവസങ്ങളിൽ വരില്ല എന്ന്. അതൊക്കെ ഓരോരുത്തർ ഭാഗ്യം പോലെ ഇരിക്കുന്നു പറഞ്ഞാൽ. മെയിനായിട്ട് നവരാത്രി ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ എന്തായാലും വരുന്നു ഒരു കൂട്ടായിട്ട്. ഇപ്പോൾ ഒരു 3 മണിക്കാണ് സ്ഥിരം വരുന്നത് കാരണം. പിന്നെ ഇത് കൂടാണ്ട് ഇവിടുന്ന് ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറെ അമ്പലമുണ്ട്. അവിടെ ഉണ്ടെന്ന് ഒരു 4-5 അതേപോലെ വരുന്ന പറഞ്ഞേ. അങ്ങനെ ഇത് കണ്ടില്ലേ ഒരു ബോർഡ്, ഭവൻ കേര എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 60-70 കിലോമീറ്ററാണ് റായ്പൂരിലേക്കുള്ളത്. അങ്ങനെ നമ്മളിവിടെ അമ്പലത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ 4 മണി 4:30 കഴിഞ്ഞിട്ട് സമയത്തിന് മുകളിലൊരു അമ്പലമുണ്ട്. ഇതൊക്കെ കാണിച്ചറിഞ്ഞ് വന്നിട്ട് അങ്ങനെ കരടിനെ കാണാൻ പറ്റിയില്ലെന്ന് അറിയില്ല. ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ 8 മണിക്കാണ് കാലത്തോടെ വന്നത്. ഒരു 10:30 വരെ ഞാൻ ഇവിടെ ഇന്ന് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇവർ പറഞ്ഞു എന്തായാലും വരും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള, പക്ഷേ ഇവിടുന്ന് ആൾ വന്നിട്ടില്ല, ആൾ പുറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഡാബുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദാബയിൽ പോയിട്ട് 4:30 വരെ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ളോട്ട്. അങ്ങനെ ഇതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കരടിന് കാണാൻ പറ്റുമല്ലോന്നൊന്നും അറിയില്ല. നോക്കി നോക്കാം. കിട്ടി ഉണ്ട്. ഇതാണ് മന്ദിരം കേട്ടോ. അതിൽ പോയിട്ട് ചെരുപ്പോടെ സൈഡിൽ ഊരിടാം അല്ലേ. കണ്ട അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കരടിയിലതുണ്ട്. നമുക്ക് ഹിന്ദി തട്ടിമുട്ടി പറയാൻ മാത്രമേ ഉള്ളൂ, വായിക്കാറില്ല കേട്ടോ. ചെരുപ്പ് ആദ്യം ഇവിടെ ഊരിടാം. എല്ലാവരും കൂടെ ചെരുപ്പ് ഊരിട്ടപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിട്ടിട്ട് പോവാം. ഇതൊക്കെ എന്തിട്ടത് അറിയില്ല. ഈ നടുക്കിൽ നിൽക്കണ ആളോടാണ് ഇത്രയും സംസാരിച്ചിരുന്നു ഞാൻ. അങ്ങോട്ടൊക്കെ മന്ദിരം ഉണ്ടോ ഇവിടെ. പിന്നെ ചോദിച്ചു പറഞ്ഞപ്പോൾ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റുകാർ തിരക്ക് കൂടി കഴിഞ്ഞ് ഫോറസ്റ്റുകാർ വരുന്നു. ഇവർ സെൽഫി എടുക്കാൻ സമ്മതിക്കില്ല, ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ആൾക്കാരിൽ അത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. ഇതിൻ്റെ മുകളിലേക്ക് അമ്പലം ഉണ്ടെന്ന് പറഞ്ഞത്. ഏത് വഴിയൊക്കെ കയറിപ്പോന്നൊന്നും അറിയില്ല. അത് മുകളിലേക്ക് വഴി കാണാറുണ്ട്. ഇവിടേക്ക് വരുന്ന പറഞ്ഞ എത്ര മണിക്ക് വരുമെന്ന് അറിയില്ല. കരടിനെ കാണാൻ പറ്റാതെ കാണാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ദിവസം മാത്രമായിട്ട് നിന്നത്. ഇവർ ഈ പ്രസാദം ഇവരെ ഇതിൽ നോക്കി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മതി. പണ്ട് തൊട്ടിട്ട് ഇതിന് പ്രസാദം കൊടുത്ത് അങ്ങനെ കമ്പനി ആയിട്ടുള്ളതാണ്. പക്ഷേ ഇവറ്റങ്ങൾ ഉപദ്രവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളല്ലേ. അപ്പോൾ ഈ ഇവിടുത്തെ നമ്പൂതിരിനൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ തന്നെ മുഗൈ മാത എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഛത്തീസ്ഗഡ് മുഗൈ മാത ടെമ്പിൾ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കരടിയുടെ ഫുള്ള കളിക്കണം വീഡിയോസ് വരിക ഉണ്ടല്ലോ. ഇവിടെ ഒക്കെ കരടിയുടെ ഇത് വെച്ചിട്ടുണ്ട്. ഈ വഴിയിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വരുമ്പോഴേക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞേ. നോക്കിയൊക്കെ പോയിട്ട് അടിയിൽ കടകളുണ്ട്. കാരണം ഇവിടുത്തെ ഈ കരടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ മാസ ബിസ്ക്കറ്റ്, പിന്നെ ഇവിടുത്തെ പ്രസാദങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഫ്രൂട്ടിയുടെ കുപ്പികളൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്നുണ്ടാവുക. കണ്ടാ പെട്ടെന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കണം. നമ്മൾ ഈ കാണാത്ത സാധനത്തിന് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടിലെടുക്കണതുകൊണ്ട് കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടൊന്നും. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാടാട്ടാ. നമ്മൾ ഛത്തീസ്ഗഡിൽ ഇത്ര ദൂരം വന്നു. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കാടാണ്. റോഡിൻ്റെ 2 സൈഡും കാടാണ്. കിതച്ചോടങ്ങി കുറേ നാളായി നടക്കാണ്ട്. ചെരുപ്പിട്ട് കയറാൻ പറ്റും ശരിക്കും ഇവിടെ അറിയില്ല കേട്ടാ. ചെരുപ്പിട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ചെരുപ്പ് ഊരി വെച്ചിട്ട് വന്നല്ലേ. അയ്യോ കരടിയെ കണ്ടുവന്ന് വെച്ചിട്ട് ഓടിപ്പോയിട്ട് തൊടാൻ പോയി നിൽക്കുന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അവരായി തന്നെ. അവരവിടെ ആ ബോർഡിൽ എഴുതിച്ചിട്ടുണ്ടല്ലേ, അതിലുണ്ട്. നമുക്ക് ഹിന്ദിയിൽ വായിക്കറിയില്ല, സംസാരിക്കാൻ തന്നെ അറിയുള്ളൂ. അമ്പോ നല്ല കയറ്റുണ്ട് കേട്ടോ. കരച്ചു മക്കളെ, കരച്ചു. നല്ല കുത്തനുള്ള കയറ്റാട്ടാ. 2 ആൾ ചെരുപ്പ് കൊണ്ടുവരും. പറഞ്ഞ ചെരുപ്പൊക്കെ ഇട്ട് കയറാന്ന് പറഞ്ഞേ.
നമുക്കറിയില്ലല്ലോ, നമ്മുടെ അവിടെ അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് വരണമല്ലേ. ആ വരുമ്പോൾ അതിൻ്റെ ചെരുപ്പ് ഇതാ. ഇതൊക്കെ പണിതിട്ട് അധികം കാലായിട്ടാവുന്നുണ്ട്. കാരണം മറ്റേ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കുത്തുണ്ട് കാലുമേ. നല്ല പെട്ടെന്നുള്ള കയറ്റാടാ നോക്കിയേ. ടപ്പ ടപ്പേന്നാണ്ടാ 100-200 മീറ്റർ കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞേ. നോക്കിയേ വ്യൂ ഒക്കെ. മുകളിൽ തിരി കാണിച്ചു തരാം, സസ്പെൻസ് കളയണ്ട. കുറച്ച് കയറി നമ്മൾ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതിപ്പോൾ എങ്ങോട്ടാ പോവാന്നുള്ള അറിയണ്ടല്ലോ. ഇതൊക്കെ എന്തിട്ട് ഇതിൽ വെള്ളം കുടിക്കാനുള്ള ടാങ്കാല്ലേ പറഞ്ഞാൽ വെള്ളം മുക്ക് എടുക്കാറുണ്ട്. എത്ര പ്രതീക്ഷിച്ചില്ല വെള്ളം മുക്ക് ഉള്ളതാണ്. കയറട്ടെ വരണ നേരത്തെ കരടീനുണ്ട് ബോധം പൂമിച്ചിട്ടുണ്ട്. നാളൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. ഞായറാഴ്ചയാണ് മെയിൻ. ഇല്ല നവരാത്രിക്കാണ് മെയിൻ എന്ന് പറഞ്ഞ അവിടെ ഏറ്റവും മെയിൻ നവരാത്രിയാണ്. അയ്യോ ഇറച്ചി പറ്റി. അമ്പ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു സാധനങ്ങളൊക്കെ കാണിട്ട് നോക്കി. ഇവിടെ നിന്നൊക്കെ സൈക്കിൾ മാറുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സുഖമായിരുന്നു. നല്ല ക്ലിയറായിട്ട് കിട്ടും. നല്ല കാറ്റും മക്കളെ. അമ്മ അവിടെ വഴിയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ പോവാനുള്ളത്. ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പാറക്കെട്ടിലല്ലേ മറ്റേ കരടികളൊക്കെ താമസിക്കാൻ പറയാം. പാറപ്പുറത്ത് അങ്ങനെ ചിലപ്പോൾ കരടിയൊന്നുണ്ടാവും. എവിടെ അമ്മ കരടിയെ കാണാൻ പറ്റണെങ്കിൽ ഇത് കടുവയല്ലേ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ താങ്കളുള്ള വഴിയൊക്കെ ഉണ്ട് കണ്ടോ. അങ്ങോട്ട് വഴി കാണിക്കണ്ടല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ട് കേട്ടോ. അയ്യവാ ഛത്തീസ്ഗഡിൽ എന്താ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാണിച്ചു തരാം കേട്ടോ. ഛത്തീസ്ഗഡിൽ ഇതൊക്കെയാണ് കാണാനുള്ള മെയിനായിട്ട്. ഇതൊക്കെ ഛത്തീസ്ഗഡ് ഇങ്ങനെ പരന്ന് എടുക്കുന്നുണ്ടല്ലേ. കുറേ കൃഷി സ്ഥലങ്ങളുണ്ട് വരും വഴിക്ക്. ഹൈവേ കൂടെ വരുമ്പോൾ ഒരു മണ്ണാങ്ങോട്ട് കാണാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് കാട് തുടങ്ങുക. അവിടെ നിന്നും കാടില്ല കേട്ടാ. ഇപ്പം ഈ അമ്പലം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാട് തുടങ്ങണം. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണ്. പിന്നെ അയ്യോ ഇതിലിഞ്ഞിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊരു വഴി കാണിക്കുന്നത്. എങ്ങോട്ടാണോ പോകണം ഇനി. അതുകൊണ്ട് അവിടേക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രമുള്ളതിൻ്റെ മുകളിൽ ഇവർ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ആകെ 2 ആൾക്കാർ ഇറങ്ങിപ്പോയി. വേറെ ആരും കാണാനില്ലല്ലോ ഇവിടെ. നമ്മളവിടുന്ന് വീണ്ടും മുകളിലേക്ക് വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ഏതൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവിടേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നിന്നിട്ട് മുകളിൽ ഇറങ്ങി വന്നേ. നമ്മൾ നേരത്തെ കാണിച്ചൊന്നും വഴിയില്ല. അപ്പുറത്തോടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ തന്നെ കയറി വരാം. അതന്നെ ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പണിയാണ്. അവിടെ വഴി കാണാനുണ്ട്. നോക്കിയോട്ടെ. ഇതന്നെ തോന്നുന്നുണ്ട്. അയ്യോ ഇതാട്ടാ അമ്പലം. ഏറ്റവും വലിയ പാറയുടെ മുകളിലേക്ക് ഒരു പീസ് ഉണ്ടായിട്ട് അതിൻ്റെ മുകളിൽ അമ്പലാക്കി വെച്ചാൽ നോക്കി അപ്പുറത്തേക്ക് ഉണ്ട്. അമ്പോ ഹൈവ എന്തിട്ട് വ്യൂ നോക്കി. അമ്പത് പൊളിച്ചു മക്കളെ. നമ്മൾ വന്ന വഴി അതാട്ടാ. ഇതേപോലത്തെ ഛത്തീസ്ഗഡ് ഇങ്ങനത്തെ ഒരു ഒറ്റ വഴി മാത്രമല്ല ഉണ്ട്. ഇവിടുന്ന് ഞാൻ അതുവരെ ഇവിടുന്ന് ആ ടേണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്പലം പോയിട്ടുണ്ടെങ്കിൽ എത്ര നേരം നിന്ന് നടന്ന്. ഛത്തീസ്ഗഡിൽ കണ്ടില്ലേ എന്താന്ന് കണയാൻ പറഞ്ഞില്ലേ. ഈ ഭാഗത്ത് ഇവിടുന്നാണ്. ഇതാണ് അമ്പലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഷീറ്റൊക്കെ കണ്ടില്ലേ. ഇവിടെ നിന്നാണ് കാട് തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞ് പിന്നെ അവിടെ അത്യാവശ്യം ദൂരം ഉണ്ട്. അപ്പുറത്തെ സൈഡിക്ക് മൊത്തം കാടാ. വാങ്ങിയേ
അങ്ങനെന്താ ഇതാണ് അമ്പലത്തിൻ്റെ ടോപ്പ് വ്യൂ കേട്ടോ, മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ വ്യൂ. ഇതിൽ വെളിച്ചത്തിൽ കാണണ്ടോന്ന് അറിയില്ല ശരിക്കും, യാതൊരു രസമുണ്ട് കാണാൻ. പക്ഷെ കുറച്ച് വെയിലുണ്ട്, കുറച്ചും കൂടി വെയിൽ പോയിട്ട് ശരിയാണ് നല്ലത്. ഇപ്പോൾ 4 മണിക്കാണെങ്കിൽ നോക്കി 4 മണി 4:15 4 6 ഞാൻ കയറുമ്പോൾ ഇപ്പോൾ എത്ര ചെയ്യണാവട്ടെ, ഞാൻ 4 കഴിഞ്ഞ പറഞ്ഞു അല്ല. അപ്പോൾ ഞാൻ 4 മണിക്ക് പോകുന്നുള്ളേ, ഇപ്പോൾ 4:35 ആയിട്ടുള്ളൂ. അങ്ങനെ പരിപാടി മക്കളെ. ഇവിടെ വരെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങാൻ നല്ലത്. പക്ഷേ വെള്ളം ഇതില്ല, അത് പണി ചെയ്ത് വെള്ളം എടുക്കണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും മണ്ടയിൽ അതാണ് കേട്ടോ മന്ദിറിൻ്റെ മുകൾ ഭാഗം. ഇവിടെ കുറേ പാറക്കെട്ടൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് സൈഡായിട്ടിരുന്നു, അപ്പുറത്തെ സൈഡിൽ കുറച്ച് പിള്ളേരൊക്കെ ഇരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്നു. ഏകദേശം 5:15 ആവാറായി. ഇനി മെല്ലെ ഇറങ്ങിയിട്ട് അടിയിൽ പോയിരിക്കുക നല്ലത്. ഇനി ഇവിടെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇറങ്ങാൻ ചിലപ്പോൾ വെറുതെ എന്തിനാണ് ഞാൻ ആകെ പാറക്കെട്ടോളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ കരണ്ട് വിളിക്കുന്നുണ്ടാവുക. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ, വെറുതെ പണി വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. നോക്കട്ടെ എന്തായാലും എന്താ അവസ്ഥ എന്നുള്ളത്, അടിയിൽ പോയിട്ട് നോക്കി നോക്കാം. അങ്ങനെ നല്ല സുഖമായിട്ടോട്ടിരിക്കാം, നല്ല കാറ്റാ. എന്തിനാ നോക്കി ഇതെന്തിട്ട് വരാണാവോ. അപ്പുറത്തെ പിള്ളേരുണ്ട്, കറക്റ്റ് വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല കിടക്കുന്ന ഏരിയ. പക്ഷേ അവിടെ ഒരു 4 പിള്ളേരുണ്ട്, അമ്പനായിട്ട് പോകണില്ലേ, അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണി വരെ കൂടി ഇരിക്കാട്ടോ, നൈസാ. പക്ഷെ നമ്മൾ ഇത് സൺസെറ്റ് പിടിക്കാൻ സൺസെറ്റ് ഇത് പിടിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളപ്പോൾ തൽക്കാലം കരടീനെ കാണാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് തോന്നുന്നില്ല. കരടീനെ കാണണം, അതാണ്. മറ്റേ പടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കരടി മറ്റേ പാർക്കൂട്ടുകൾക്കിടയിലൊക്കെയാണ് താമസിക്കാന്നൊക്കെ. ചിലപ്പോൾ അങ്ങനത്തെ നല്ല സെറ്റൊക്കെ കേട്ടോ. അവിടെ നിന്ന് കാടല്ലേ ഇവിടെ ഉള്ള കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കണമെന്നാണ് കുന്ന്, വേറെ കുന്നൊന്നും കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ ഏരിയയിൽ എവിടെയെങ്കിലും തന്നെ പോയിട്ടാണ് താമസമൊക്കെ ഉള്ളത്, പറയാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം മാത്രമേ വരണുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏകദേശം അധികം ദൂരത്തേക്കൊന്നും പോകണ്ടാവില്ല. ഇവിടെ ചുറ്റുവട്ടത്ത് കിടന്ന് കറക്കുണ്ടാവും, കൊണ്ട് എന്തും ഭക്ഷണം കഴിക്കി ഇവിടേക്ക് ഒരു പരിപാടിയാവും. നോക്കി ഓട്ടെ. അപ്പം നല്ല ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് ഒന്നും കൂടി കാണിച്ചില്ല. നല്ല രസമാണ് മക്കളെ, നല്ല രസമാണ്. കരടിയെ കാണാൻ വേണ്ടി കാലത്ത് 8 മണിയോട് കരടിയെ കണ്ടാ വയ്യ. നമ്മൾ ഇത്ര നേരം കാത്തിരുന്നിട്ട് കരടീനെ കണ്ടില്ല എന്നുള്ള അവസ്ഥ. ഒരു വല്ലാത്ത അവസ്ഥയാവൂല എൻ്റെ കണ്ടില്ലെങ്കിൽ. എന്തൊരു പോക്കിരിക്കുന്നത് കവറൊക്കെ കൂട്ടില്ല. കാലത്ത് മറ്റേ ഐസ്ക്രീമിൻ്റെ പണ്ടത്തെ ഐസ്ക്രീമിൻ്റെ തുമ്പത്ത് മറ്റേ പുളിയച്ചാറിൻ്റെ പുളി വരുന്നതില്ലേ, ആ സാധനം ഉണ്ടായിരുന്നു, അത് കിട്ടീൻ്റെ അവിടെ നിന്ന്. പേര് നമ്മളുണ്ട് വന്നേ. ഈ സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലമായിട്ട് നോക്കി. നമ്മളിപ്പോൾ അതിൽ കൂടെ കൊണ്ട് ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ കയറി വന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ വ്യൂ ഉണ്ടോ നോക്കണം. വേറെ വ്യൂ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. തൽക്കാലം കൂടെ നോക്കണം. അങ്ങനത്തെ ഇറങ്ങി പോകുന്നതിന് പ്രശ്നമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഗുഹകളുടെ കുറച്ച് വഴികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കൊടുഞ്ഞാണോ വന്നേ, വഴി എന്തൊക്കെ മാറിപ്പോയി. ഇതിൻ്റെ അടിക്കൊക്കെ വഴിയുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ മുമ്പിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് എത്താൻ കൂടെ നാളികേരൊക്കെ ചിട്ടിപ്പൊളിച്ചിട്ട് ചിലപ്പോൾ കരടിയാണ് ഞാൻ പറയാനില്ല. ഇനിയിപ്പോൾ കരടിനെ കാണാൻ പറ്റുന്നത് എടുക്കണമൊക്കെ കരടിയാന്ന് പറഞ്ഞിട്ട്. അയ്യോ കണ്ണൊക്കെ പൂത്തിയുണ്ട്. എനിക്ക് അവിടെ പോയി പക്ഷെ ഇങ്ങനെ പോയിരിക്കുക എന്നുള്ളത് മാത്രം അറിയില്ല. എൻ്റെ അന്നത്തെ കാലിൻ്റെ വേദന ഫുള്ളായിട്ട് മാറിയിട്ടുമില്ല. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് പോവുകയൊക്കെ ചെയ്യുക. പക്ഷെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. റിസ്ക് എടുത്തിട്ടുള്ള പരിപാടി ഞാൻ നിർത്തി. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ റിസ്ക് എടുക്കണ്ടായി. റിസ്ക് ആണല്ലോ, റിസ്ക് ആവണ്ടെങ്കിൽ മാറി കൊടുക്കണം. ഇവിടെ പിന്നെ നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി മര. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് വേറെ വഴിയാണല്ലോ. നമ്മൾ തന്നെ മുകളിൽ കൂടെ വന്നതുകൊണ്ട് കേട്ടോ. അയ്യോ ഇതിൽ കൂടെ അല്ലേ വന്നേ. ഏതി കൂടെ വന്നേന്നുള്ള വഴി മനസ്സിലാവില്ല കേട്ടോ. ഭാഗ്യമായിട്ട് ഇപ്പം തന്നെ അറിയത്. 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങി പെട്ടെടുങ്ങി. ഇത് വല്ലാത്ത തമാശ ചെയ്യലത്. വഴി മറന്നൂലോ, ഏതി കൂടി വന്നേ. ഇതും കൂടെ തന്നെയാകൂലേ വന്നിറങ്ങിട്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുകൾ തോന്നിയില്ലല്ലോ. അപ്പോൾ വരണ പ്രത്യേകം ശ്രദ്ധിക്കുക. വഴിയൊക്കെ നോക്കിച്ചോ.
തന്നെയാ. പിന്നെ ബാക്കിക്കൊരു വ്യൂ കാണാണ്ട് അങ്ങോട്ടും പോയേക്കോട്ടെ. ഇത് മുകളിൽ കയറി ഇത് അപ്പുറത്തേക്ക് പോയത് ഇനി ഇവിടെ ഒരെണ്ണം കാണാണ്ട് ഇതും കൂടി പോയേക്കാം. ആൾക്കാരെ സൗണ്ട് കേൾക്കണ്ട കേട്ടോ. അയ്യോ ഈ ഓന്തിനുണ്ടോ ഞാൻ നേരത്തെ കണ്ടു ചുവന്ന കളറായിട്ട് നോക്കി. അയ്യോ അടിപൊളിയിട്ടാ നോക്കി. കണ്ടോ ചുവന്ന കളറിൽ നോക്കി. ഓ ഇവിടെ വീണ ചത്തുവാനെ ചിന്തിക്കണ്ട. വലിയ കൊണ്ടാ. മറ്റേ നമ്മളതിൻ്റെ മുകളിൽ കയറി നോട്ടത് അതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഹിഡൻ ഏരിയ. അങ്ങനെയാണ് പരിപാടി മക്കളെ. ഫുള്ള് കപ്പിൾസാണ് കണ്ടമാനം വരണേ. पानी चीज़ सब कुछ चालू कर दो. वो साला डिंगर है बेटे. यही रहेगा. हाँ वो हाई डिंगर. हमारा बच्चा नहीं पास हैगा. काली हम लोग आराम से आके बैठे. तुम तो जी खड़ा हो. हाँ लेकिन क्यों पर वीडियो कैसे था सुरख के आगे हो सकते ना ऐसे ही सब गिरा दे रहे हो. सब गंदा हो ना. बच्चे वाले भालू भी आ चुके हैं वहाँ पर. यार सब के सब घेरे हम लोग क्या है मीडिया पे. കരടീനെ കാണാനില്ല. നമുക്കല്ലെങ്കിൽ യോഗമില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് എപ്പോഴും കിട്ടണത് എന്തേലും കരുതുന്ന ഒരുമിട്ട് അറിയുക ഇങ്ങനെ കാണാൻ പറ്റില്ല. മണിയൊക്കെ അടിക്കുന്നുണ്ട്. ആരാ 5 മണി ടു 6 മണി 6:30 ഉള്ളിലൊക്കെ വരുന്ന പറഞ്ഞു. അപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇരുട്ടാവണവരോട് ഇരിക്കുക. അതാ പാകമുള്ള വേറൊരു പാകമില്ല. പൊട്ടനായതുകൊണ്ട് ഇന്ന് വെറുതെ ഒരു ദിവസം കളഞ്ഞു കൊണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് മര്യാദയ്ക്ക് റായ്പൂര് ചേർന്നെന്ന് പോയി കഴിഞ്ഞാൽ കരടിയില്ല ഒരു മണ്ണാങ്കട്ടയില്ല. ഇന്നലെയും കൂടി വന്നവർ പറഞ്ഞതാ. ഇന്നലെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇന്ന് വരുന്ന പറഞ്ഞതാണ്. എൻ്റെ അവസ്ഥ ആലോചിച്ചു. എന്ത് പൊട്ടനായില്ല ശരിക്ക്. ആകെ കരടി ഇതാണ്ട് ഇപ്പോൾ ഇവിടുന്ന് പറയുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് 2 അമ്പലങ്ങളാണ്. ഇവിടുന്ന് 10-30-50 കിലോമീറ്ററിനുള്ളിൽ വേറൊരു അമ്പലമുണ്ട്. അവിടെയാണ് സ്ഥിരം വരണേന്ന് പറയണേ. ആദ്യം വന്നപ്പോൾ ഇവിടെ എന്നും വരുന്ന പറഞ്ഞാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ഇപ്പോൾ പറയണത് അപ്പുറത്താന്ന് പറയുന്നത്. ദേഷ്യം വരുന്നുണ്ട് വെറുതെ ഒരു ദിവസം കളഞ്ഞു ആലോചിക്കുമ്പോൾ. 7 മണി വരെ 1 ഇരുട്ടാവണ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല സൈക്കിൾ എടുത്തിട്ട് പോകാം. പാകമുള്ളല്ലോ വേറൊരു പാകം ഇനിയിപ്പോൾ നോക്കട്ടെ. എന്തായാലും സമയം 7 മണിയായി മക്കളെ. കരണ്ടി പോയിട്ട് മണ്ണാകട്ട ഒരു മില്ലില്ല. കട്ട കുറച്ചിട്ട് ഒരു ദിവസം മൊത്തം അവിടെ വേസ്റ്റ് ആയിട്ടിപ്പോൾ. ഇവർ പറയണത് നേരം വൈകും, ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല. ഭ്രാന്ത് പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഉള്ളിലിട്ട ഇവിടെ ലൈറ്റും ഇല്ല. ഈ മത്ത അവസാനം വന്നു കഴിഞ്ഞാൽ അറിയുമോ അതുമില്ല. കൊതുന്ന് പറഞ്ഞാൽ ഗംഭീര കൊതു. എന്ത് പെട്ടപ്പെടക്കണ കൊതുന്ന് കരുതിട്ടാ. ഇവിടെ വരും വരില്ല എന്നൊക്കെ പറയാനുണ്ട്. ആർക്കറിയാം. ഈ വെളിച്ചൊന്ന് പോണവരെ അങ്ങോട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോവും. അവിടെ ദാബയിൽ സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന്. അവരോട് ഞാൻ പറഞ്ഞിടായിരുന്നു. ഉച്ചക്കാലത്ത് വന്നിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കിടക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞിടായിരുന്നു. അവിടെ പോയി നോക്കണം. ഇവിടെ 7-7:30 മണി കാക്കാതെ കഴിഞ്ഞാൽ പോവുക. വെറുതെ ഇരുന്നിട്ടൊരു കാര്യമില്ല മകളെ. നമുക്ക് യോഗ ഇല്ല.
പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ മിണ്ടാണ്ട് പോവുക നല്ലതുകൊണ്ട് എത്ര മണിക്കൂറായി ഇരിക്കുന്നു വിചാരിച്ചിട്ടാ. ആ ലേറ്റൊക്കെ ഒന്നുമില്ല, നല്ലതിനാവൂ. ലേറ്റ് വെളിച്ചം വന്നിട്ടുണ്ട്, നല്ലതിനാവൂ. ഭാഗ്യം അല്ലെങ്കിൽ മൂഞ്ചി അങ്ങനെ കളയാം. നമ്മൾ 8:30 അവിടെ ഇരുന്നു. 8:30 ഇരുന്നിട്ട് എന്തുണ്ടെന്ന് വെച്ചാൽ ഏറ്റവും അമ്പലം ഉറച്ചു. കരടി വന്നില്ല. കരടി വരും, ഭാഗ്യം ഉണ്ടാവണം, അപ്പോൾ വരും വേണമെങ്കിൽ, അല്ലാണ്ട് വരില്ല. അങ്ങനെ തൊട്ടടുത്തൊരു ദാബിൽ കെടുക്കാൻ സ്ഥലം കിട്ടിയായിരുന്നു. നേരെ അവിടെ വന്ന് കിടന്നു. മക്കളൊന്നും പറയണ്ട. ഒരു ദിവസം കരടിക്ക് വേണ്ടി മൊത്തം പോയി. ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളിൽ കഴിഞ്ഞ് വേറൊരു അമ്പലമുണ്ട്, അവിടെ എന്തായാലും ഫുൾ ടൈം ഉണ്ടാവും എന്ന് പറയണേ. പക്ഷെ ഞാൻ റിസ്ക് എടുക്കണില്ല, എനിക്ക് പോകണം. ഇവിടെ നിന്നിട്ട് കരടീന് മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ പരിപാടികൾ സെറ്റാവുണ്ടായി. അപ്പോൾ ശരി കേട്ടാ, ഇനി വരുന്നവരൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ബാക്കിയുള്ളവർക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ വന്നതിൻ്റെ ഇന്നലത്തെ ദിവസം കരടി വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ നിൽക്കാൻ കാരണം പറഞ്ഞാൽ അവർ പറഞ്ഞു ഇന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ കരടി അധികം ദൂരമൊന്നും പോവില്ല, അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം വരാറുണ്ട്, അങ്ങനെ പറഞ്ഞേ. പക്ഷെ ഞാൻ വന്ന കാരണം അവർക്ക് എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്, വിഷമവും വരുന്നുണ്ട്. കാട്ടിട്ട് ഞാൻ വന്നിരിക്കും പൊട്ടൻ്റെ പോലെ. എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ വഴി പോകുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പോയി കാണുക. ഓക്കെ ശരി, ഗുഡ് നൈറ്റ്.